വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ കണ്ടെത്താനാകാതെ വിഷ്ണുവും പുറത്തേക്ക് വരുന്നുണ്ട്. അവളെ എവിടെയെങ്കിലും കണ്ടില്ല, പിന്നീട് കണ്ടുപിടിച്ച് തരാമെന്ന് രോഹിത്തിനോട് വിഷ്ണു പറയുകയാണ്. തുടർന്ന് രോഹിത്ത് നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന്. ഈ നാട്ടിലുള്ള എല്ലാ സുസ്മിതമാരെയും പൊക്കിയെടുത്ത് ഇയാളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുതരും, ഇയാൾ ധൈര്യമായിട്ട് പോകുമെന്നും പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞു വിടുകയാണ് വിഷ്ണുവും ശാലിനിയും ചേർന്ന്. അന്നേരം രോഹിത്ത് പോയ ശേഷം ശാലിനി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലുള്ള സുസ്മിതയെ കാട്ടിക്കൊടുക്കാനായിട്ട് ഇയാൾക്ക് സാധിച്ചില്ല, പിന്നെയാണോ ഈ നാട്ടിലുള്ള മൊത്തം സുസ്മിതയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കളിയാക്കുകയാണ്. അതിനൊക്കെ ഒരു വഴിയുണ്ട്, ഇയാൾ കണ്ടോന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോവുകയാണ്. വിഷ്ണു രോഹിത്തിനെ പറഞ്ഞു വിടുന്നതും നമ്പർ വാങ്ങിക്കുന്നതും കണ്ടെത്താമെന്ന് പറയുന്നതും ഒക്കെ സുസ്മിത ഒളിഞ്ഞു നിന്ന് വെപ്രാളത്തോടു കൂടി അങ്ങ് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ശാലിനിക്ക് സംശയം ഇവിടെയുള്ള സുസ്മിത ആയിരിക്കും അത് തന്നെയാണ് എന്ന് ശാലിനി കുറേ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ വീടാണ്. അവിടെ വിഷുവിനുള്ള കണിയൊക്കെ ഒരുക്കുകയാണ് ശ്യാമ ഇരുന്ന്. അന്നേരം നീ കണിയൊക്കെ ഒരുക്കിയോ, ഞാനല്ലേ എല്ലാ തവണയും ഒരുക്കാറ് എന്ന് പറഞ്ഞ് ശാരദാമ്മ വരികയാണ്. അല്ലമ്മേ, ഇത്തവണ നമ്മൾ രണ്ടാളും അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ ഒരുക്കാമെന്ന് വിചാരിച്ചു എന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, അവരെല്ലാവരും വരും, അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്, നട തള്ളിയതല്ലല്ലോ, എൻ്റെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിക്കാതെ എങ്ങനെ ശരിയാവും, അവരെന്തായാലും വരുമെന്ന് ശാരദാമ്മ പറയുന്നു. അപ്പോഴത്തേക്ക് ശ്യാമ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അവരുടെ രണ്ടുപേരുടെയും കൂടി കൈനീട്ടം എനിക്ക് കിട്ടുമെന്നും പറഞ്ഞാണ് ഞാൻ ഇരുന്നത്, ഇതിപ്പോൾ എനിക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങ് പിണക്കം കാണിക്കുകയാണ് ശ്യാമ. തുടർന്ന് ഞാൻ അവരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, നീ ഫോൺ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാന്ന് ശ്യാമയോട് ശാരദാമ്മ പറയുന്നതനുസരിച്ച് ശ്യാമ ഫോൺ കൊണ്ടുവന്ന് ശാരദാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ ആദ്യം ഫോൺ ചെയ്യുന്നത് ശാലിനിയാണ്. അന്നേരം വിഷ്ണു ശാലിനിയുടെ ഫോണുമായിട്ട് വരികയാണ്, ദേ അമ്മയാണെന്നും പറഞ്ഞ്. അന്നേരം ശാലിനി ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അന്നേരം നാളെ വിഷുവല്ലേ, കൈനീട്ടം വാങ്ങിക്കാൻ മോള് വരുമോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചതെന്ന്. അന്നേരം ശാരദാമ്മയൊന്ന് പറ്റിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ ശാലിനി സംസാരിക്കുകയാണ്. ദേ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, അതിനിടയിൽ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനും ഉണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ എന്ത് വിഷു, അമ്മ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. അന്നേരം ശാരദാമ്മയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, താൻ ശാരദാമ്മയോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, എല്ലാ വർഷവും താൻ അമ്മയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ലേ, ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ താൻ അമ്മയെ മറന്നു എന്ന് വിചാരിക്കില്ലേ എന്ന്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, എല്ലാ വർഷവും സത്യാമ്മ പ്രീതിക്ക് കൈനീട്ടം കൊടുത്തുകൊണ്ടിരുന്നോണ്ടല്ലേ, പ്രീതി ഇപ്പോൾ നാളെ ഇവിടെ ഇല്ല, പകരം എനിക്ക് കൈനീട്ടം തരാമെന്ന് സത്യാമ്മയും അച്ഛനും പറയുന്നത് കേട്ടു, അപ്പോൾ അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ അത് കളഞ്ഞ് അവിടേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയണം, അത് ഓക്കെ, എന്നാലും ശാരദാമ്മയെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന്. അന്നേരം ശാലിനി പറയുകയാണ്, ഒരെന്നാലുമില്ല, പഠിക്കാനുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, അതേ ഷർട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് അലമാരിയിലേക്ക് വച്ചേന്നും പറഞ്ഞ് ശാലിനി റൂം വിട്ടങ്ങ് പോകുന്നു. പക്ഷേ റൂമിന് പുറത്തേക്ക് എത്തിയ ശേഷം ശാലിനി എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ച് മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കൂട്ടുന്നുണ്ട്. അന്നേരം കുറേ കഴിഞ്ഞ ശേഷം വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മ ശാരിയെയും ഫോൺ ചെയ്യുകയാണ്. അന്നേരം എന്താ അമ്മ ഈ സമയത്ത് രാത്രി വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിവിടെ കുറേ ജോലിയുണ്ട്, അമ്മ എന്താ കാര്യം പറയുമെന്നൊക്കെ ശാലിനി സംസാരിച്ചതുപോലെ ശാരികയും സംസാരിക്കുന്നുണ്ട്. അന്നേരവും ശാരദാമ്മയ്ക്ക് ആകെ സങ്കടമാവുകയാണ്. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നും തീർന്നില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, നാളെ വിഷുവല്ലേ, അപ്പോൾ വീട്ടിൽ ആഹാരമൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെ എനിക്ക് കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ തിരക്കിലാണ്, അമ്മ കാര്യം പറയുന്ന ശാരിക പറയുകയാണ്. അന്നേരം കാര്യം ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ശാരിയും കൈനീട്ടം വാങ്ങിക്കാനായിട്ട് വരില്ല എന്ന് വിചാരിച്ച് അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാരദാമ്മ. പക്ഷെ അവിടെയും ഫോൺ വയ്ക്കുന്ന ശാരിയയ്ക്ക് അവസാനം ചിരി വരുന്നുണ്ട്. ഇനി ശാരിയും ശാലിനിയും ചേർന്ന് ശാരദാമ്മയ്ക്കിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതൊന്നും അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കുറേ നാണയങ്ങളുമായിട്ട് വരുന്ന ശ്യാമ, അമ്മയെ ഇത്രയും കോയിൻസേ കിട്ടിയിട്ടുള്ളൂ, ഈ ഉരുളി എവിടെയാണ് വെക്കേണ്ടതെന്നും പറഞ്ഞ് ഉരുളി എടുത്തുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് ശ്യാമ. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് ശാരദാമ്മ ആ ഉരുളി എടുത്ത് എൻ്റെ തലയിലേക്ക് കമഴ്ത്ത്, ആർക്ക് കാണാനാടി ഞങ്ങൾ കണി ഉണ്ടാക്കുന്നത്, നമ്മൾ കണി ഉണ്ടാക്കി നമ്മൾ തന്നെ കാണാനാണോ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, അമ്മയല്ലേ പറഞ്ഞത് കുഞ്ഞേച്ചിയും വല്യേച്ചിയും ഒക്കെ വരുമെന്ന്, പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന്.
ഒരു ചേച്ചിയും വരാൻ പോകുന്നില്ല. കെട്ടിച്ചു വിട്ടതോടുകൂടി അവർക്കൊക്കെ അവരുടെ കാര്യം. അമ്മയെ ആർക്കും വേണ്ട. എന്തു വിഷു, ഒരു വിഷുവും ആർക്കും ഓർമ്മയില്ല. എന്തു കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ഒരുത്തിക്കാണെങ്കിൽ കളക്ടർ പരീക്ഷ, അതിനുവേണ്ടി അവൾക്ക് പഠിക്കണം. അവളുടെ പഠിപ്പ് മുടക്കുന്ന എന്തെങ്കിലും ഇന്നേവരെ ഞാൻ ചെയ്തിട്ടുണ്ടോ? അവൾ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുമ്പോൾ കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞാനല്ലേ കൂട്ടിരുന്നിട്ടുള്ളത്? പിന്നെ ഉറങ്ങുമ്പോഴും വിളിച്ചെണീപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളതും ഒക്കെ ഞാനല്ലേ? അവൾക്കും ഇപ്പം എന്നെ വേണ്ട. പിന്നെ വേറൊരുത്തിയാണെങ്കിലോ വലിയൊരു ബിസിനസ്സുകാരി. അവളാണെങ്കിൽ വിഷുവിന് പണം കൊയ്യാനായിട്ട് നടക്കുകയാണ്. അവളെ ഒരു ചായ ഇടാൻ പഠിപ്പിച്ചതും ഈ ഞാനല്ലേ? എന്നിട്ട് അവരെന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് സങ്കടം കൊണ്ട് പറഞ്ഞങ്ങ് കരയുന്നുണ്ട് ശാരദാമ്മ. ഇപ്പോൾ അവൾ താമസിക്കുന്ന വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് 2 മുറി ഒപ്പിച്ചു കൊടുക്കാനുള്ള പെടാപ്പാടിലാണ് ഈ ഞാൻ. ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ. അന്നേരം അമ്മേ, ഞാൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്യാമ. അന്നേരം പറയുകയാണ്, നീയും അറിയണം, നീ ഇതൊക്കെ അറിയണം. കല്യാണം കഴിയുന്നവരെ എല്ലാത്തിനും അമ്മ വേണം. വാരി കൊടുക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാത്തിനും അമ്മ വേണം. പിന്നെ ആണൊരുത്തൻ്റെ കൈ പിടിച്ചാലോ അവർക്ക് അമ്മയും വേണ്ട, ആരും വേണ്ട. പിന്നെ അവൻ മാത്രം മതി. ഓണത്തിനും വിഷുവിനുമൊക്കെ ഒരു നോക്ക് കാണണമെന്ന് എല്ലാ അമ്മമാർക്കും ആഗ്രഹം കാണില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് കരഞ്ഞ് സങ്കടം പൊട്ടുകയാണ് ശാരദാമ്മയ്ക്ക്. ശാരദാമ്മയുടെ സങ്കടം കണ്ട് ശ്യാമയ്ക്കും ആകെ അങ്ങ് സങ്കടമാവുകയാണ്. അവർക്ക് ഈ അമ്മയെ വേണ്ട, ഭർത്താവ് വീട്ടില്ല, അങ്ങനെ ഓരോരോ ന്യായങ്ങൾ അവർക്ക് കാണും. അമ്മായിയമ്മ സമ്മതിച്ചില്ല എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പെറ്റ അമ്മയെ ഒന്ന് വന്ന് അവർക്ക് കണ്ടൂടെ എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി ശ്യാമയുടെ മുമ്പിൽ നിൽക്കുകയാണ് ശാരദാമ്മ. അച്ഛൻ കൂടി ഇല്ലാതെയാണ് മക്കളെ ഈ അമ്മ വളർത്തിയതെന്ന് മക്കൾ മറക്കരുത് എന്ന് കണ്ണീരോടുകൂടി നിന്ന് ശാരദാമ്മ പറയുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് ശ്യാമ. എന്നും പറഞ്ഞ് വീടടി, നീ പോയി കിടന്ന് ഉറങ്ങ് എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം കഴിക്കണ്ടേ അമ്മയെന്നും പറഞ്ഞ് വീണ്ടും ശ്യാമ അവിടെ തന്നെ നിൽക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ, എൻ്റെ വയറ് നിറഞ്ഞു, എനിക്കിനി ഒന്നും വേണമെന്നില്ല എന്നും പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ശാരദാമ്മ അങ്ങ് റൂമിലേക്ക് പോകുന്നു. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അന്നേരം ശ്യാമ നന്നായിട്ട് ധാവണിയും പാവാടയൊക്കെ എടുത്ത് ഒരുങ്ങി ശാരദാമ്മയുടെ റൂമിൻ്റെ ജനൽ വന്ന് തുറന്ന് ശാരദാമ്മയെ കാണുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയുടെ 2 കണ്ണും പൊത്തുകയാണ് കട്ടിലിൽ കിടക്കുന്ന ശാരദാമ്മയെ തന്നെ. എന്നിട്ടപ്പം കണ്ണനെ തന്നെ കണി കാണണം, ഇന്ന് വിഷുവാണെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം എനിക്ക് ആരെയും കാണണ്ടെന്നും പറഞ്ഞ് ശാരദാമ്മ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്നും അമ്മയല്ലേ എന്നെ കണി കാണിക്കാറ്. ഇന്നിപ്പോൾ അമ്മ ഉണരുന്നതിന് മുമ്പേ ഞാൻ കഷ്ടപ്പെട്ട് വിഷു ഒരുക്കുകയല്ലേ. വല്യേച്ചിയും കുഞ്ഞേച്ചിയും മാത്രമല്ലല്ലോ, ഞാനും അമ്മയുടെ മോളല്ലേ, വാ അമ്മയെന്നും പറഞ്ഞ് നിർബന്ധപൂർവ്വം ശാരദാമ്മയെ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ് ശ്യാമ. മുന്നോട്ട് നടക്കുമ്പോഴും എനിക്ക് കാണണ്ട, ഒന്നും കാണണ്ട എന്നൊക്കെ ശാരദാമ്മ പെറുപെറുക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് അടങ്ങി നടക്കുന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ പതിയെ കൊണ്ടുപോവുകയാണ് ശ്യാമ പൂജാമുറിയിലേക്ക്. അന്നേരം ആ വീടും പൂജാമുറിയും ഒക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. തുടർന്ന് കൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഞാൻ കൈവിടാൻ പോവുകയാണ്, പതിയെ കണ്ണു തുറക്ക് എന്ന് ശ്യാമ പറയുകയാണ്. അതനുസരിച്ച് ശാരദാമ്മ കണ്ണു തുറക്കുമ്പോൾ ആ കണി കണ്ട് ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്ന പൂജാമുറിയും കൃഷ്ണവിഗ്രഹവും ആ ഓരോന്നും സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതും എല്ലാം ഒന്ന് അത്ഭുതത്തോട് കൂടെ നോക്കിയിട്ട് ശ്യാമയെയും നോക്കിയിട്ട് കൃഷ്ണ കാത്തോളനെന്നും പറഞ്ഞ് നിറഞ്ഞ മനസ്സോടുകൂടി തൊഴുത് ശാരദാമ്മ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ശ്യാമ ശാരദാമ്മയുടെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് കണി കണ്ടു കഴിഞ്ഞില്ല, അമ്മതേ അങ്ങോട്ടൊന്ന് നോക്കിക്കെന്നും പറഞ്ഞ് പുറത്തേക്ക് ചൂണ്ടി കാണിക്കുകയാണ്. അന്നേരം അവിടെ നിന്നും കയറി വരികയാണ് ശാലിനിയും വിഷ്ണുവും രാജീവും ശാരികയും കൂടി. അന്നേരം ശാരദാമ്മയ്ക്ക് അയ്യോ എൻ്റെ മക്കൾ എന്നും പറഞ്ഞങ്ങ് മനസ്സ് നിറയുകയാണ്. തുടർന്ന് ശാലിനിയും ശാരികയും കൂടി ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയുകയാണ്, കല്യാണം കഴിഞ്ഞു എന്ന് കരുതി അമ്മയുടെ കൈനീട്ടമൊന്നും നമുക്ക് വേണ്ടാതാകുന്നില്ല, നമ്മുടെ അമ്മയെ നമുക്ക് കണി കാണണ്ടേ എന്നൊക്കെ ശാലിനി സംസാരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലടാ, കണി കാണാൻ വന്നില്ലെങ്കിലും കൈനീട്ടമായിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ഒരു വെള്ളിരൂപ നാണയെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാൽ മതി, നിങ്ങളല്ലാതെ ഈ അമ്മയ്ക്ക് പിന്നെ ആരാ മക്കളെ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ശാരദാമ്മ 2 പേരുടെയും കൈ പിടിച്ച് നിൽക്കുകയാണ്. അത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ശാരിക പറയുകയാണ്. അന്നേരം വിഷ്ണുവിനോടും പിന്നെ രാജീവിനോടും നന്ദിയുണ്ട് മക്കളെ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അയ്യേന്നും പറഞ്ഞ് പരസ്പരം നോക്കുകയാണ് രാജീവും വിഷ്ണുവും കൂടി. തുടർന്ന് അന്നേരം ശ്യാമ പറയുകയാണ്, ദേ കണ്ടില്ലേ, ഇപ്പോഴും നമ്മൾ പുറത്ത്. ഇതിൻ്റെയൊക്കെ മുഖ്യ സൂത്രധാര ഞാനായിരുന്നിട്ടും അതിൻ്റെ ഒരു നന്ദി വാക്കെങ്കിലും എനിക്കുണ്ടോ, അതുമില്ല എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് സംസാരിക്കുകയാണ് അവിടെ നിന്ന്. പക്ഷെ ചിരിച്ച കളതമാശയ്ക്കാണ് ശ്യാമ ഇതൊക്കെ പറയുന്നത്. അത് കേട്ട് ശാരദാമ്മ അങ്ങ് ചിരിക്കുമ്പോൾ വിഷ്ണുവും രാജിയും ഒക്കെ ചിരിക്കുന്നുണ്ട്. ശാലിനി പറയുകയാണ്,
പോടി കുശുമ്പത്തി, നീയല്ലേ എപ്പോഴും അമ്മയുടെ കൂടെ, ദേ നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴുമല്ലേ വരാറ്, എന്നാലും നീ ഇതൊക്കെ എങ്ങനെ ചെയ്തടിയെന്ന് ശാരദാമ്മ ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുകയാണ്, ഇതൊക്കെ കുഞ്ഞേച്ചിയുടെ പ്ലാൻ ആയിരുന്നമ്മേ. അതാണ് അമ്മ വിളിച്ചപ്പോൾ രണ്ടുപേരും വരുന്നില്ല എന്ന് പറഞ്ഞത്. അമ്മയ്ക്കൊരു സർപ്രൈസ് തരണമെന്നായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ. അതാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന് ശ്യാമ പറയുകയാണ്. അത് കേട്ട് തമാശക്കെന്നോണം, എടി കുറുമ്പി പെണ്ണെ, ഇന്നലെ രാത്രി ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് വേദനിച്ചെന്ന് നിനക്ക് അറിയാമോ എന്നും പറഞ്ഞ് ശാലിനിയുടെ ചെവിക്ക് പിടിച്ച് തിരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശ്യാമ അമ്മയമ്മ വേദനിക്കുന്നു എന്നും പറഞ്ഞ് കൈ പിടിയിക്കുന്നുണ്ട്. വേദനിച്ചത് അമ്മ മാത്രമല്ല, ഞാനും കൂടിയാണ്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിൻ്റെയും വളർത്തിയതിൻ്റെയും ഒക്കെ പതിവ് ഡയലോഗ് മൊത്തം കേട്ടത് ഞാനാണെന്നും പറഞ്ഞ് ശ്യാമ പരാതി പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയാണ്, കേൾക്കേണ്ടി വരും, വളർത്തി വലുതാക്കിയത് ഞാനല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കേട്ടെന്നൊക്കെ ഇരിക്കും. അത്രയും വിഷമിച്ചത് കൊണ്ടല്ലേ ശാരദാമ്മ ഇപ്പോൾ ഇത്രയും സന്തോഷിക്കാനായതെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം അതൊക്കെ ശരി വെച്ചിട്ട് രാജീവ് പറയുകയാണ്, കണ്ണീരൊക്കെ ഔട്ട്, ഇനിയിപ്പോൾ കൈനീട്ടത്തിൻ്റെ സമയമായി, ഞാൻ ദാ ഇപ്പം വരാമെന്നും പറഞ്ഞ് ശാരദാമ്മ കൈനീട്ടം എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം അമ്മ അവിടെ നിന്നേ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട് എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതൊന്നും മനസ്സിലാകാതെ എല്ലാവരെയും ശാരദാമ്മ നോക്കുന്നുണ്ട്. അന്നേരം ദേ ഞങ്ങളിപ്പോൾ വരാമേ എന്നും പറഞ്ഞ് വിഷ്ണുവും രാജീവും കൂടി പുറത്തേക്ക് പോവുകയാണ്. അന്നേരം അവരിത് എങ്ങോട്ടാ, എന്താടി സംഭവം എന്നൊക്കെ ശാരദാമ്മ തിരക്കുന്നുണ്ട്. സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, അമ്മ ഒന്ന് അടങ്ങി നിൽക്കുമെന്ന് പറയുകയാണ് ശാരികയും ശാലിനിയും കൂടി. തുടർന്ന് പുറത്തേക്ക് പോയ വിഷ്ണുവും രാജിയും ഓരോ കവറുകളുമായിട്ട് തിരികെ വരികയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഇത്തവണ ശാരദാമ്മ മക്കൾക്കല്ല കൈനീട്ടം കൊടുക്കുന്നത്, മക്കളാണ് അങ്ങോട്ട് തരുന്നതെന്ന്. അന്നേരം അതെങ്ങനെയാണെന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം രാജീവ് പറയുകയാണ്, സാരമില്ല ശാരദാമ്മേ, 2 മക്കൾ കൂടി അതിഥികളായിട്ട് വന്ന് കയറിയതല്ലേ, അപ്പോൾ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന്. തുടർന്ന് ശാരദാമ്മ ഇങ്ങോട്ട് നീങ്ങി നിന്നേന്ന് രാജീവ് പറയുകയാണ്. അന്നേരം അങ്ങോട്ട് നീങ്ങി നിന്നേന്നും പറഞ്ഞ് ശാരദാമ്മയെ മുന്നോട്ട് നിർത്തുന്നുണ്ട്. തുടർന്ന് രാജീവ് കൊണ്ടുവന്ന കവറ് ശാരികയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന് മുകളിൽ 501 രൂപ വച്ചിട്ട് ശാരദാമ്മയ്ക്ക് കൊടുക്കാൻ പറയുകയാണ്. തുടർന്ന് ശാരികയാണ് ആദ്യ കൈനീട്ടം ശാരദാമ്മയ്ക്ക് കൊടുക്കുന്നത്. തുടർന്ന് നിറഞ്ഞ മനസ്സോട് സന്തോഷത്തോടു കൂടി ശാരദാമ്മ അത് വാങ്ങുകയാണ്. ഇത്രയുമാണ് വിഷു എപ്പിസോഡ്. നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്